ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ്. ഇതൊരു അടിപൊളി സൺസ്ക്രീൻ ആണ്. വെറുതെ ഞാൻ പറയുന്നതല്ല, അടിപൊളി സാധനമാണ്. ഇത് ആക്ച്വലി കുറച്ചും കൂടി ഇതിനകത്തുള്ളൂ. ഒരു 1 വീക്ക് യൂസ് ചെയ്യാനുള്ള സാധനമേ ഇതിനകത്ത് ബാലൻസ് ഉള്ളൂ. ഇതിൻ്റെ എമൗണ്ട് വരുന്നത് 445 രൂപയാണ് MRP പ്രൈസ്. എങ്കിലും നമുക്കൊരു 300 സംതിങ്ങിന് ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പൊതുവെ എല്ലാവരും ഇങ്ങനത്തെ സൺസ്ക്രീൻ ഐറ്റംസ് ഒന്നും കടയിലൊന്നും കിട്ടില്ലല്ലോ. എന്തായാലും ഒരു ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. സോ എന്തായാലും 300 സംതിങ്ങിന് നമുക്ക് കിട്ടും. അഫോർഡബിൾ ആണ് വാങ്ങിക്കാനായിട്ട്. മീൻസ് ഒരു 500-600 രൂപയൊന്നും കൊടുത്ത് നമ്മൾ ഭയങ്കര എമൗണ്ടിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 300 സംതിങ്ങിന് നമുക്കിത് അവൈലബിൾ ആണ്. ഇതിനകത്ത് SPF 50 ആണ്. ഇത് PA+++ ആണുള്ളത്. വാട്ടർ ബേസ് ആണിത്. വാട്ടർ ബേസ് ആണ്. നമ്മളൊരു ക്രീമി ഒരു ഫോമല്ല, ഒരു വാട്ടർ ഫോം ആണ് ഇത് വരുന്നത്. കുറച്ച് ലോഷൻ കൈൻഡ് ഓഫ് ആ ഒരു ടെക്സ്ചറാണ് ഈ ഒരു സൺസ്ക്രീൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി തോന്നിയ ഒരു കാര്യം, എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് പറ്റും. ഇത് സ്കിൻ ഓയിലി ആക്കത്തില്ല, അതുപോലെ ഡ്രൈ ആക്കത്തില്ല. എപ്പോഴും നമ്മുടെ ഫേസ് വന്നിട്ട് കുറച്ച് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് ഒരു 1.5 മന്ത് ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് തീരാറായി. ഞാനിത് വേറെ എന്തായാലും റീപർച്ചേസ് ചെയ്യാൻ പോകുന്നൊരു ഐറ്റമാണ് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ തന്നെ വേറെ പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിന് മികച്ചതായിട്ടുള്ള സാധനമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കമ്പനി തന്നെ അടിപൊളിയാണ്. എനിക്കിതുവരെ ഒരു നെഗറ്റീവ് അനുഭവം ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഒരു ബ്രാൻഡ് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് യൂസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ നോർമലി ഫേസ് വാഷ് ചെയ്യുക. ടോണർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ടോണർ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ 15 മിനിറ്റ് മുൻപ്, പുറത്ത് പോകുന്ന ചാടിത്തുള്ളി ഉടനെ തന്നെ നമ്മൾ മുഖത്തിട്ടിട്ട് ഉടനെ പോകരുത്. ഒരു 15 മിനിറ്റ് മുൻപ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം പുറത്ത് പോവുക. സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ ഇടും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മേക്കപ്പ് കാര്യങ്ങൾ, ഇപ്പോൾ ചെറിയ ഫൗണ്ടേഷൻ ഇടുന്നുണ്ടെങ്കിൽ അത് കണ്ണെഴുതുക, അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്തതിന് ശേഷമാണ് പുറത്ത് പോകുന്നത്. അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതി ഫോളോ ചെയ്യാം. എപ്പോഴും നമ്മൾ പുറത്ത് പോകുന്നതിനൊരു 15 മിനിറ്റ് മുൻപ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിയുമ്പം ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്, ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാൻ ശരിക്കും മടിയായതുകൊണ്ട് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ പുറത്ത് ഭയങ്കര വെയിലത്തൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ കരിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും, ഭയങ്കര ടാൻ വരും ഫേസിൽ. പിന്നെ എനിക്കിതിൻ്റെ ഒരു പ്രത്യേകത തോന്നിയത്, ഇതിനകത്ത് വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല. പൊതുവേ നമ്മുടെ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞാൽ